ചെയ്യണം, പൈസ ഒന്ന് സഹായിക്കണം. ഒരു ഉമ്മാൻ്റെ അപേക്ഷയാണ്. അത്രയ്ക്കും വേറൊരു വഴിയില്ലാതെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഒരു അർജൻറ്റായിട്ടുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ മോനിക്ക് വലിയൊരു ആക്സിഡൻ്റാണ് കഴിഞ്ഞത്. ഒരുപാട് സർജറികളൊക്കെ ചെയ്യേണ്ടി വന്നു. എൻ്റെ മോൻ്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു. അതേപോലെ കൈ, വാരിയലിൻ്റെ ഭാഗം ഒരുപാട് സർജറികൾ ചെയ്തു. ഇനിയും ചെയ്യാനുണ്ട്. എൻ്റെ മോനിക്ക് കൈ ഒരു ശേഷി കുറവുണ്ട്. ഇനി തുടർന്ന് ചികിത്സ വേണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, പൈസ ഒന്ന് സഹായിക്കണം. ഒരു ഉമ്മാൻ്റെ അപേക്ഷയാണ്. അത്രയ്ക്കും വേറൊരു വഴിയില്ലാതെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എനിക്കിത് കുറഞ്ഞു പറയാൻ അറിയില്ല. അമ്മക്ക് ഭർത്താവില്ല. മരണപ്പെട്ടതിന് ശേഷം ആളാണ് ഫാമിലിനെ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മകനാണ്. എൻ്റെ മാപ്പിള 4 വർഷം വയ്യാതെ കിടന്നു, എന്നിട്ടാണ് മരിച്ചത്. ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ മകനാണ് വീട്ടിൽ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ളും കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഈ ആക്സിഡൻ്റ് ആയത്. ഞങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലായിരിക്കുന്നത്. ആ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ ചിലവാക്കുന്ന എന്തെങ്കിലും ഒരു എമൗണ്ട് ഒരു ജീവനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ, ആ ഉമ്മാക്കൊരു ജീവിതം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. മാക്സിമം ഒരുപാട് പേരിലേക്ക് എത്തിക്കുക. സഹായിക്കില്ല. ഒരുപാട് പേരുടെ കാല് പിടിക്കാമെന്ന് പറഞ്ഞിട്ടും നടക്കാത്തൊരു കാര്യമാണ് മോളെ. വേറെ ഒരു വഴിയില്ല. എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ, എൻ്റെ മോൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു നൽകാൻ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉമ്മ കോണ്ടാക്ട് ചെയ്തത് കേട്ടോ. പാലക്കാട് ചിതലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നാഷണൽ ഹൈവേയിൽ വെച്ചിട്ട് ഒരു ഓട്ടോ റോങ് സൈഡ് വന്നതായിരുന്നു. ആൾ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫേസ്, നട്ടെല്ല്, കൈ, കാല് എന്ന് പറഞ്ഞ പോലെ എല്ലാം തന്നെ ഡാമേജായി. 95% ആളെ കിട്ടില്ല എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അവരിപ്പോൾ എങ്ങനെയെങ്കിലും റിക്കവറായി എൻ്റെ മോൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ജനങ്ങളെ സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത്. ഇവരുടെ പെങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഞാനിതിൽ വെക്കുന്നുണ്ട്. പറ്റുന്നവർ QR കോഡ് സ്കാൻ ചെയ്ത് ഇവരെ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം മാറ്റി വെച്ചുകൊണ്ട് ഹെൽപ്പ് ചെയ്യുക. കാരണം ഈ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ ആർക്കും വരാതിരിക്കാനും വേണ്ടിയിട്ട് മനസ്സിൽ നിയത്ത് ചെയ്തിട്ട് ഈ ഒരു ഫാമിലീനെ എങ്ങനെയെങ്കിലും പറ്റുന്ന പോലെ ഒന്ന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. കൈവിടരുത്. അവർ അത്രയ്ക്കും വിഷമിച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ, വേറെ ഒരു വഴിയില്ലാതെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. സഹായിക്കണം കേട്ടോ, തള്ളിക്കളയരുതേ. അത്രയ്ക്കും ക്രിട്ടിക്കലായിട്ടുള്ള അവൻ്റെ അതായത് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അത്രയും വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. പടച്ച എനിക്ക് ഞങ്ങൾക്ക് തിരിച്ചു തന്നതാണ്. ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നിട്ടാണ് എൻ്റെ മോനെ തിരിച്ചു കിട്ടിയത്. എൻ്റെ മകനാണ് വീട്ടിലത്തെ എല്ലാ കാര്യം നോക്കണം. വാപ്പ മരിച്ചിട്ട് വാപ്പ 4 കൊല്ലം സുഖമില്ലാതെ കടന്നതായിരുന്നു. എന്നിട്ടാണ് വാപ്പ മരിച്ചത്. ബാധ്യതകൾ കാര്യങ്ങളുണ്ടായിരുന്നത്. നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാണ് പെട്ടെന്ന് വിചാരിക്കാതെ ഈ ഒരു അപകടം സംഭവിച്ചത്. ഞാനും ഇത്തിരി സുഖമില്ലാത്ത ആളാണ്. അവൻ തന്നെയാണ് എനിക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അമ്മക്ക് മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഞാൻ ഒരുപാട് നേർച്ച
വഴിപാടും ചെയ്ത് എൻ്റെ മകനെ അള്ള എനിക്ക് തിരിച്ചു തന്നതാണ്. അവരും കുറേ വേദനകൾ തിന്നുകൊണ്ടിരിക്കണം ഇപ്പോഴും. അതൊക്കെ നേരാക്കിയെടുക്കാം ഇൻഷാ അല്ലാ. റബ്ബില്ലേ. ആള് 95% നമുക്ക് ഹോപ്പില്ലാത്തൊരു കേസായിരുന്നു. പാസ്റ്ററിൽ വന്നതുകൊണ്ട് മാത്രമാണ് ആളെ ഈ ഒരു പരുവത്തിലെങ്കിലും ആയി കിട്ടിയത്. അത് തന്നെയാണ് സത്യം. നമുക്ക് ആളെ തിരിച്ച് കിട്ടിയത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരുപാട് കടമ്പകൾ ഇവർക്ക് കടക്കാനുണ്ട്. ഒരു നോർമൽ ഫാമിലിക്ക് ഒരിക്കലും പെട്ടെന്നുള്ള ഒരു ആക്സിഡൻറ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇവരിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു ആവശ്യങ്ങൾ പറഞ്ഞ് വന്നിട്ടുള്ളത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെറിയ എന്തെങ്കിലും ആണെങ്കിലും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന പൈസ ആയിരിക്കാം, അതിന് ചിലപ്പോൾ ചിലരുടെ ജീവൻ്റെ വിലയുണ്ടാവാം. ഒരു ദിവസം അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യാം. നമ്മൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ഉമ്മാൻ്റെ കണ്ണീര് തുടയ്ക്കാനും ഇവർക്കൊരു പുതിയൊരു ജീവിതം കൊടുക്കാനും സാധിക്കും കേട്ടോ. ഈ ഒരു QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുത്ത ആ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ ഇടുക, ബ്ലോക്ക് ആവുക, അങ്ങനെ എന്തെങ്കിലും ആയാൽ എന്നെ നിങ്ങൾ കമൻറ്റിലൂടെ എന്തെങ്കിലും അറിയിക്കുകയും വേണം. വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത്. 30 ലക്ഷം രൂപയാണ് ഇനീഷ്യലായിട്ട് ഇവർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നത്. ഒരുപാട് കടമെടുത്തും ഉള്ളതൊക്കെ വിറ്റും എല്ലാം ചെയ്തിട്ടും ഏറ്റവും അവസാനം ഒരു വഴിയില്ലാതെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. 34 വയസ്സ് മാത്രമായിട്ടുള്ളൂ. ഈ ഒരു രൂപത്തിലുണ്ടായിരുന്ന ആളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കിടക്കുന്നത്. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ആർക്കാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫാമിലീനെ നമുക്കിപ്പോൾ ഒന്ന് കൈപിടിച്ച് ചേർത്താലേ നമ്മൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്കിത് സാധിക്കും. ഒന്നും തരാനില്ല, കഴിവില്ല എന്ന് തോന്നുന്നവർക്ക് ഈ ഒരു വീഡിയോ കഴിയുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ ആ ഒരു രീതിയിലെങ്കിലും സഹായിക്കാനായിട്ട് പറ്റും. അതുപോലെ ആ ഉമ്മക്ക് വേണ്ടിയിട്ട് ദുആയിൽ ഉൾപ്പെടുത്തുക. ആ ഉമ്മ ഞാൻ പറഞ്ഞു ഇത് പരീക്ഷണമായിരിക്കും, പഠിച്ചോടങ്ങളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറയാണ്, ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഈ പരീക്ഷണങ്ങൾ തന്നെയാണ് മോളെ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, അവസാനമായിട്ടുണ്ടായിരുന്ന എൻ്റെ മോനും ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മുടെ മുന്നിലേക്കൊക്കെ ഇങ്ങനെ വിഷമിച്ച് വരുമ്പോൾ അത് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഈ കിട്ടിയ ഉപകാരം ഇതുപോലെ ആരെങ്കിലും മുന്നിലേക്ക് വരാണെങ്കിൽ അവർ തിരിച്ച് ഹെൽപ്പ് ചെയ്തിട്ട് അവർ ആ കടം വീട്ടും എന്നുള്ളൊരു കാര്യം കൂടെ ഞാനിവിടെ പറയുകയാണ്. നിങ്ങളെക്കൊണ്ട് കഴിയുന്നിടത്തോളം മാക്സിമം അതൊരു 10 രൂപയാണെങ്കിലും ചെയ്തു കൊടുക്കുക കേട്ടോ. ഇത് അവരുടെ പെങ്ങളുടെ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് സംസാരിക്കാം കേട്ടോ. അതേപോലെ ഇവരുടെ ആവശ്യത്തിനും വേണ്ടിയിട്ട് ചികിത്സാ സഹായ കമ്മിറ്റി കാര്യങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം.